അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ടാണ്. കിച്ചണിൽ പോയി ചായ വെച്ചു. മമ്മിക്ക് പാലും വെള്ളം ഉണ്ടാക്കി വെച്ചു. ചായ വെച്ച് വെച്ചു. പിന്നെ എനിക്ക് ഒരു കപ്പ് ചായ എടുത്ത് വെച്ചു. കുടിച്ചിട്ട് ഇനി സ്ട്രോങ് ആവണം ഗൈസ്. ആദ്യത്തിന് ചായ വെച്ച് ചൂടാക്കാൻ വെച്ചു. പിന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ട് ചെയ്ത് ചോറ് റെഡിയാക്കി വെച്ചു കേട്ടോ. ഇന്ന് സ്കൂൾ ഓഫീസൊക്കെ ഉള്ളതല്ലേ. പിന്നെ കൂട്ടാൻ നമ്മൾ തിളയ്ക്കുന്നുണ്ട്. ഇത് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ഉപ്മാവിൽ മറ്റേ ഗോതമ്പ് നുറുക്ക് ഉപ്മാവ് അതുണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിരിക്കാം. പിന്നെന്താ പറയുക, വിച്ചുവിനും അപ്പൂസിനും ആദീസിനും പാത്രങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളതാക്കി വെച്ചിരിക്കുക. അങ്ങനെയൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ ഗൈസ്. ആദീസും വിച്ചും ഉറങ്ങാണ്. അപ്പൂസ് എഴുന്നേറ്റ് കുളിക്കാൻ പോയി. പപ്പയും മമ്മി ഉറങ്ങാണ്. അവർ എണീറ്റപ്പോൾ ഞാൻ എണീക്കേണ്ട കിടന്നു പറഞ്ഞു. ചെമ്പ് അവരെടുത്തിരുന്നു. ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഡിന്നറൊക്കെ കഴിച്ച് ഫോണിൽ ചാർജ് ഉണ്ടായില്ല. അപ്പോൾ അത് കാരണം പെട്ടെന്ന് ഡിന്നർ കഴിക്കുന്നത് കാണിച്ച് കുത്തി വെച്ചു. ഇപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കാണ്. ചട്നിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചായ വെച്ചിട്ടുണ്ട്. പപ്പ മമ്മി ഉറങ്ങാൻ കേട്ടോ. പിന്നെ ഇന്നലത്തെ ബീഫ് കറിയുടെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഓഫീസിലേക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്താക്കാന്ന് വിചാരിച്ചു. ഭക്തിയാനം വെച്ചിരിക്കുന്നുണ്ട്. ഗുഡ് ബൈ ജോച്ച. നല്ല ജോച്ച. അപ്പൂസ് ബാറ്റ് കളിയായിട്ട് ഇറങ്ങിയില്ല. രാവിലെ തന്നെ ബാഡ്മിൻ്റൺ ഇവിടെ അവൻ ഷട്ടിൽ ബാറ്റിൻ്റെ ആളാണ്. കൊന്തിയോ മ്യൂ മ്യൂ. മമ്മി ആദീസിന് നെയ് റോസ്റ്റ് കൊടുക്കാണ്. എന്താണ് വെച്ചെന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ? ഉണ്ടല്ലേ. എനിക്ക് അലാറടിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് എണീച്ചില്ല. ഇനി എപ്പ വരുമ്പോന്ന് അറിയില്ല. പപ്പ വെയിലുള്ള കായാന്നുണ്ട്. വെയില് കായാണോ? ചിമ്പുമുള്ള അവിടെ ഇരിക്കുന്ന നോക്കിയേ. ഇത് അവിടെ ഇരിക്കുന്ന നോക്കിയേ. ഇല്ല അകത്തന്നെയാവും. കണ്ട ഈ സമയമാകുമ്പോഴേക്കും ജാതി വെയില. മഴയുള്ള സമയത്ത് മാത്രം നല്ല സുഖം. അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇരിക്കാനേ പറ്റില്ല. കട്ട വെയില. ഇത് അവിടെ പുലർച്ചയ്ക്ക് നല്ല ഭംഗിയ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണാം ആ സൈഡിൽ നിന്നേ. നല്ല രസം കാണാൻ. വെയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. നമ്മുടെയൊക്കെ കണ്ട കട്ട വെയില. മഴയൊക്കെ പെയ്ത് നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ചട്നി റെഡി. ദോശാസ് ഗൈസ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ആദ്യം സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് അടിച്ച് കുറ്റാൻ ഗുഡ് ബോയ് ആയിട്ട്
ഉമ്പം കുച്ചിന് അടിച്ചു കൂറ്റേ ദോശയും ചട്നിയാണ് ഗൈസ്. ദോശയും ചട്നി എങ്ങനെയുണ്ട് എന്റെ ദോശയും ചട്നി? അടിപൊളി എന്നെങ്ങാനും പറഞ്ഞില്ലെങ്കിൽ പപ്പയ്ക്ക് കിട്ടും. അല്ലല്ല ദോശയൊക്കെ കിട്ടുന്ന സാധനം എന്റെ ചട്നി അല്ല വിജോ. നിന്റെ ഷട്ടിൽ കളി കഴിഞ്ഞില്ലേ? അപ്പൊ വിച്ചു ഓഫീസിലേക്ക് പോവാണ്. ആദ്യം സുപ്പിളി വാപ്പൂസിനൊന്നും സ്കൂളില്ല. നാളെ ഉണ്ട് നിനക്ക് പോവാ. അപ്പൊ ഓഫീസിൽ പോവാ, അടിച്ചുക്കുളി പോവാ. ചിമ്പുവാ അടിച്ചിന്റെ കാറ് ചിമ്പു. എനിക്ക് സങ്കടം, ഒരു സങ്കടം ചീപ്പാൻ. പിന്നെ ഗുഡ് സിറ്റിംഗ് യെസ് ഗുഡ് സിറ്റിംഗ്. ചേട്ടാ ജുഞ്ചരി മുറ്റല്ലേ അമ്മേരെ പൊന്നല്ലേ ചക്കര പൊന്നല്ലേ അടിച്ചു കുറ്റാമ്പി ചക്കര കുറ്റനല്ലേ അമ്മി ഈശതേ ചിക്കനേ എന്നാ പറയണേ. ഏ ഉച്ചുമണി സുഞ്ചിരി പെണ്ണി അച്ചു ആ ഇത് കുളി പോണ്ടേ? കുടു കിക്കി ഷൂ ഇടണോ? ഷൂ ഇട്ടിട്ട് ചേച്ചി പോണ ഓഫീസിക്ക്. യെസ് മണല്ലേ? ആ എറിഞ്ഞിട്ട് എന്റെ ഷൂവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇതും കൊണ്ടാണ് പോനെ കുളിക്ക്. അലായു തൊപ്പി വെച്ചോ? അത് ഇച്ചി ചുഞ്ചിരി പെണ്ണി തൊപ്പി വയ്ക്കണം. ബാക്കിലോ ചൊപ്പി അലായു യെസ് സുന്ദരനായോട്ടെ പാപ്പച്ചി കുളി പോയിട്ട് വരാന്ന് പറഞ്ഞ കുളിച്ച് കുളിച്ച് പോ. ചേച്ചി കളന്ന ആള് പോയിട്ടോ. വന്നോ അവനെ ചൂട് ഇരിക്കുമ്പോ ചൂടുണ്ടല്ല മണിയെ. ചൂട് കാവിനെ അവിടെ ഇരിക്കുമ്പോ. അയ്യോ ട്രൗസർ നനയില്ലേ? അപ്പൊ ഞാനപ്പോ ആ തുണി ഇതും വിട്ടിട്ടുണ്ടാണല്ലോ. ബൈ ആ എൻ്റെ ചുണ്ടിരിക്കും. ബൈ യെസ് അമ്മച്ചിക്ക് ടാറ്റ കൊടുക്ക്. അമ്മച്ചിക്ക് ടാറ്റ. പപ്പ ടാറ്റ കൊടുത്ത പപ്പയ്ക്ക്. ചാട്ടന് ചാട്ടന് നഗണ്ട മൂക്ക് അവിടെ പൊട്ടിയിട്ടുണ്ടല്ലോ. ആ മൊബൈൽ കൊടുക്കട്ടെ. ബർഗർ സിബി എന്നുള്ള ബർഗർ അമ്മക്ക് ബർഗർ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ആളാ. കഴിച്ചു നോക്കൂ. ട്രിവാൻഡ്രം ബർഗർ സിബി ബേക്കറി. ഇമ്മനാ തരൂട്ടാ അപ്പ തരൂട്ടാ. അടിച്ചുകൂട്ടെ പാപ്പാൻ്റെടി
അമ്മയുടെ പൊന്നിന് പാപ്പ എന്തിരി ഇല്ല ഇല്ല പാപ്പ തിന്നുമ്പോ ഫോൺ ഇല്ല ചിമ്പുകൂട്ടം വന്നിക്കണു ചിമ്പുകൂട്ടൻ ചിമ്പുൻ്റെ രാറ്റാ എങ്ങനെയുണ്ട് ചിക്കൻ ബർഗർ പാപ്പ എന്തിടി പെന്നെ മമ്മി കടിക്കൂ ഒരു കടി ചിമ്പാൻ ചിമ്പാൻ കഴിച്ചാ അടുത്ത ആള് അടിച്ചു കൂട്ടേ പാപ്പ അവൻ തുപ്പി. അപ്പൊ ഗൈസ് ഞങ്ങളെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് കൊടന്ന് ബർഗറൊക്കെ കഴിച്ച് മീനൊക്കെ നന്നാക്കി അവിടെ ചേച്ചി നന്നാക്കിട്ടൊക്കെ തന്നെ ഞങ്ങൾക്ക് നന്നാക്കറിയണല്ലേ. ഇവിടെ ഒരാളുടെ ദേഷ്യം കണ്ടോ ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് അപ്പൊ അതിന്റെ കാലാവധി പൊട്ടി തീർക്കുന്ന അറിയില്ല. അവിടെ മീൻ അതിങ്ങനെ തൊലിയൊക്കെ ചെത്തി ഫ്രണ്ടിൽ നിന്നൊക്കെ എടുത്ത് തന്നിട്ടുള്ളതാണ്. എന്താ പറയാ നമുക്ക് നന്നാക്കറിയില്ലല്ലേ, നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ മീൻ ഞങ്ങള് വറക്കാന്ന് വിചാരിച്ചു. വറക്കാനായിട്ട് അപ്പൊ ചാറുകറി എന്താന്നല്ലേ സ്പെഷ്യൽ. യെസ് ഗൈസ്, നമ്മുടെ ചക്കക്കുരു മാങ്ങയും തേങ്ങ അരച്ച് കൊണ്ട് ബോംബേറായിരിക്കും. ഞാൻ എന്ത് ചക്കക്കുരു അതെ, ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായും തേങ്ങ അരച്ച് വെച്ചിട്ട് കഴിക്കാൻ തന്നെ ഇഷ്ടമുണ്ടാവില്ല ജീവിതത്തിൽ. അപ്പൊ ഇതാ മമ്മി എളുപ്പമായിട്ട് ചക്ക നന്നാക്കി തന്നത്. ചക്ക കൂടാൻ വെച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ചക്കരിശ്ശേരി വെച്ചിട്ടുണ്ട് കണ്ട ഗൈസ്, കണ്ട അമ്മായിമ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചക്കരിശ്ശേരി, ചക്ക ഇഷ്ടമുള്ള ചക്ക ഉപ്പേരി, അതില് ഇനിയിപ്പൊ മാങ്ങ മമ്മി അവിടെ ഇരുന്ന് അരിയിട്ടുണ്ട്. അരിയാൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. കളിയുമ്പോ എന്തൊക്കെ അറിയാൻ കുറുമ്പിന്റെ കൂടം മമ്മി അവിടെ മാങ്ങരിയുണ്ട് ഗൈസ്. പൊന്നു വെച്ച സ്പെഷ്യൽ ജിഞ്ചർ ടീ സ്പെഷ്യൽ പപ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈസ്. പക്ഷെ ഒറിജിനൽ ജിഞ്ചർ ടീയുടെ ടേസ്റ്റ് എന്താന്ന് വേണമെങ്കിൽ വെച്ചോട് പപ്പയ്ക്ക് പോണേക്കൾ മുന്നേ വെച്ചോളൂ. അപ്പൊ ഗൈസ് ഈ മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോ മാങ്ങ പഴുത്ത മാങ്ങകളൊക്കെ നമ്മൾ നേരത്തെ കഴിച്ച് തിന്നണ കണ്ടു. പച്ചമാങ്ങ മാറ്റി വെച്ചതാ, പക്ഷെ ഇരുന്ന് പഴുത്തു. എന്നാലും കുഴപ്പമില്ല. ഞങ്ങളിത് കട്ട് ചെയ്തിട്ട് നമ്മൾ ചക്കക്കുരുലിടും പപ്പ അല്ലേ, തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് ഇട്ടിട്ട് കടുക് അങ്ങോട്ട് താളിക്കും. എന്നിട്ട് എന്നിട്ട് വിളയാനോ എന്തോ ഒരു പേര് ആ മീനും വളർത്ത് നമ്മളങ്ങോട്ട് ഡിന്നർ കഴിക്കും. ചിമ്പൻ ഞങ്ങളുടെ ചുണ്ടിരി ചിമ്പനെ കണ്ടു ഗൈസ്. ചുണ്ടിരി പെണ്ണായിട്ട് ഇരിക്കുന്നു കണ്ടു ഗൈസ്. ചിമ്പന്റെ പപ്പ വന്നിണ്ടാ, ചിമ്മന്റെ മമ്മി വന്ന, ചിമ്മന്റെ അപ്പ വന്ന, ചിമ്മന്റെ ആരിച്ചുക്കുട്ട വന്ന. ക്ലാസ് ടീച്ചർ ക്ലാസ് മിസ് വലിയ ടീച്ചറാണല്ലേ. അതാണ് സുഖമായി നമുക്ക്. ഞാൻ മറന്നു പെട്ടെന്ന്. അതാണ് സുഖമായി. ക്ലാസ് ലീഡേഴ്സ് അതാ ദിവസം റെഗുലറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണണ്ടാ. ചിമ്പുക്കുട്ടി ഗൈസ് ഹായ് പറഞ്ഞു. ഹായ് ഗൈസ്, ചുഗാനോ ചോദിച്ചേ. എല്ലാവർക്കും ചുഗാനോ. ഇവിടെ മൈൻഡ് ചുഗാനോ കണ്ണു ചോക്ക്. യെസ് 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 ഓക്കെ. മീമി കൂട്ടിട്ട് വരണം കേട്ടാ. നല്ല കുട്ടികളല്ലോ കേട്ടാ. ആണോ ഇഞ്ചി തുടങ്ങിയ
കാണുമ്പോ എന്നത് ഉറക്കം നോക്കിട്ടിരിക്കുന്നേ മാത്രം. അപ്പ എന്റെ ചക്കക്കുരു മാങ്ങ എങ്ങനെയുണ്ടെന്ന് ആദ്യം പറയ്. പപ്പയ്ക്ക് ചക്കക്കുരു മാങ്ങ ഇഷ്ടം, എനിക്കിഷ്ടം. അത് കഴിച്ചിട്ട് ആദ്യം അഭിപ്രായം പറയാം. മമ്മിയും ഉറക്കം പിന്നെ തൂങ്ങാം. ഇനി മരുമകന്റെ ഫിഷ് ഫ്രൈ ആവുമ്പോ അതന്നെ ഒരു പീസ് ഉള്ളി കണ്ടിട്ട് അവര് കഴിക്കാണ്ട് ഇനി എടുത്ത് സൂക്ഷിച്ചു വെക്കൂ. അതിന് നുള്ളി കഴിച്ച പോയാല് നോടെ അമ്മ നുള്ളു. ആ അയ്യായിരിക്കും ഏനെ സൂപ്പറായിട്ടുണ്ട്. ഒന്നും കുറവെന്ന് പറയാനൊന്നുമില്ല. ഇവന്റെ ഫ്രൈകളിലേ ഇവൻ കുറെ സാധനങ്ങളൊക്കെ അരച്ച് ചേർക്കും. അതിന്റെ വ്യത്യാസം അത് തന്നെയല്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ പിന്നെ ഫ്രഷ് മീനല്ലേ വെച്ചു. എൻ്റെ ചക്കക്കുരും കറി എടുക്ക് വെച്ചു. കാണാലോ ചക്കക്കുരു തൈരിട്ടെടുത്തോ. ആ നീ പിന്നെ ഇതൊന്നും കഴിക്കാണ്ടിടും. കഴിക്ക് കറി എങ്ങനെയുണ്ട്? അപ്പൂസ് ബർഗർ കഴിച്ച് എൻ്റെ പേരിൽ കിടന്ന് ഉറങ്ങാ ചിമ്പും. ഉറങ്ങി. നാളെ ക്ലാസ് ഉണ്ടല്ലോ. അപ്പൂസ് ഉറങ്ങി. കാലിൽ നീട്ടിച്ച അപ്പു ചൊങ്ങാന് ചിമ്പുക്കുട്ടി ഒങ്ങാന് വീട്ടിൽ ബയ്യേറ്റ് അപ്പൂസിൻ്റെ കൂടെ പപ്പി മമ്മി ഒങ്ങുമ്പോൾ കൂട്ടൊങ്ങും അല്ലേ പൊന്നുമണിയെ. അടിച്ചുകൂട്ടാപ്പി ഇവിടെ ഇരുന്ന് കളിക്കാണ് കൈസ്. ഗുഡ് മോർണിംഗ്. അയ്യോ ഓഫീസിൽ പോവാൻ പപ്പി മമ്മി ചോദിച്ചോ പറയാം ഓഫീസിൽ പോകാൻ മടിയുണ്ട്. രാവിലെ നിൽക്കുമ്പോൾ പോവാനൊരു ഞാൻ ഇന്നലെ മുഴുവൻ ചുമക്കലായിരുന്നു. അതിന് ഷർട്ടിൻ്റെ അടിയിൽ ഒരു ബനിയേറ്റിട്ട് പോയാൽ മതി. ഞാൻ 7:30 വിളിച്ചതാ, 8 മണിക്ക് എനിക്കുന്നത്. ചട്ടപ്പെട്ടാന്നല്ല വേഗം ആദ്യം എനിക്കുമ്പോൾ പോയി കുളിച്ചോ. രാവിലെ എണിച്ചപ്പോൾ ഇവിടെ മഴ പെയ്യായിരുന്നു. അവൻ കിടന്നിട്ടാ നീ എല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം അവനെ വിളിച്ചാൽ മതി. അവന് ചായ വെച്ചു. അവന് ചോദിക്ക് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ കുളിപ്പിച്ച് മാറ്റല്ലോ വേണ്ട. അതീസക്കുട്ട ഉറങ്ങാണ്. അതീസക്കുട്ട ഗൈസ് പൊന്നൂസ് മറ്റേ ഉപ്പുമാവ് ഉണ്ടാക്കുക ഗൈസ്. ഇത് ഇന്നലെ അവിടെ ഇരിക്കുന്ന പൊടി കണ്ടപ്പോ മമ്മി പറഞ്ഞു പായസം ഉണ്ടാക്കാനുണ്ടല്ലേ മമ്മി പായസം ഉണ്ടാക്കും. ഉപ്മാവൊക്കെ ഉണ്ടാക്കി ഞാൻ പക്ഷെ മറ്റേ എന്തെങ്കിലും ഉണ്ടാക്കാം. എനിക്ക് പക്ഷേ ഗോതമ്പിന്റെ പായസം ഇഷ്ടമാണ്, ഉപ്പുമാവ് ഇഷ്ടമാണ്. എനിക്ക് മറ്റേ റവ ഉപ്പുമാവ് പൊന്നുണ്ടാക്കുന്നത് നൈസാണ്. മീനുണ്ട് ഗൈസ്, മീൻ ഫ്രൈ ചെയ്യാൻ. യെസ്
കുളിച്ച് സുന്ദരനായിട്ട് വന്ന് നിൽക്കുന്നു. ഗൈസ് രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്തു. ഞാൻ എണീറ്റപ്പോ മറ്റേ ടെറസിന്റെ മുകളിൽ കള്ളന്മാരുണ്ട്. കള്ളം കുത്തല് മറക്കല് നേരുടെ എക്സസൈസും വർക്കൗട്ടും. അതിന് ഞാൻ അതിന് മുകളിൽ പോയി ചാടിയൊന്നുമില്ലല്ലോ. കട്ട വീണ സൗണ്ട് കേട്ടല്ലോ. ആ കട്ട വെക്കണ സൗണ്ട് അത് വീണതല്ല. വിളിക്കാൻ പോയില്ല അപ്പ ആ ആദ്യം പിന്നെ സാധാരണ പഞ്ചോന്നൂടെ നിങ്ങാണ്ട് പിള്ളാണ്ട് നോക്കിയിരിക്കും. അതി പൂ പൂക്ക് ചോറൊക്കെ ആക്കണ സെറ്റപ്പ്. ഗൈസ് അമ്മച്ചി അവളമ്മച്ചി പാട്ടൊക്കെ പറഞ്ഞു. അമ്പോ ഇത് ഈ ഒരൊറ്റ ശരീരം മതി ഗൈസ് 10 ആൾക്കാരെ കാണാണ്ടിരിക്കാൻ. മതിയാവും. അമ്മച്ചി എന്ത് ചെയ്യണേ? സവാളത്തുണ്ട്. സുന്ദരിയൊക്കെ ഓ ഹലോ ഹലോ എന്നാ ചെയ്യുന്നേ? ആമ്പോ ചിക്കൻ കൊണ്ടാട്ടം വീണ്ടും. പാപ്പയ്ക്കും മമ്മയ്ക്കും ചിക്കൻ കഴിക്കാത്ത ആൾക്കാർ ചിക്കൻ കൊണ്ടാട്ടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിച്ചു പിന്നെയും ഉണ്ട്. പക്ഷെ അവനത് ചെയ്യണം മേടിച്ചു തന്ന. പിന്നെ ചപ്പാത്തി അല്ലേ, ചപ്പാത്തി വിച്ചുവിൻ്റെ സ്പെഷ്യൽ ചപ്പാത്തി. പിന്നെ വേപ്പിൻ്റെ ഇല കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ വേപ്പിൻ്റെ ഇല കൊണ്ടുണ്ട് കഴിച്ച് നല്ല ഫ്രഷ് നല്ല മണമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ച് അടച്ചു വയ്ക്കണ സെറ്റപ്പ് ഞാൻ ചെയ്യാണ്. വിച്ചപ്പം എന്തേ സവാള ഗിരി 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 സവാള ഗിരി. ആ മുടിയും ആ കുടുമിയും ആ താടിയും ആ കളർ ചെയ്ത മുടിയൊക്കെ മാറി കഴിഞ്ഞപ്പോൾ എൻ്റെ നിവിൻ പോളി മമ്മി പറയാ അശോ ഇപ്പം ശരിക്കും നിവിൻ പോളിയും മറ്റേ ആ പേപ്പ DXലെ ചെക്കൻ്റെ പോലെ ആയി. അപ്പൊ ഞാൻ ചോദിച്ചു ഈ മുടിയെ വേണ്ട ആ മുടിയെ വേണ്ടേ? ഇതാ ഭംഗി അടിച്ച് ഇതാനോ? യെസ് നോ യെസ്. അപ്പൂസ് ഗ്രേപ്പ് അലകാണ് ഗൈസ്. ഇപ്പൊ മുടി വെട്ടി സെറ്റായിട്ടാ. സൈഡിലേക്ക് ഇരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. നമുക്ക് നീ അവിടെ വെച്ച് സമ്മതിച്ചാണോ അല്ലെങ്കിൽ മൊട്ട അടിക്കും. നിക്ക് കണ്ടില്ലേ അവസ്ഥ? അത് മുള്ളമായി. നിന്റെ മുടി നല്ല മുടിയാണ്, നശിപ്പിക്കല്ലേ മോനാണ്. ഇത് ഒരാള് കഷ്ടം വെച്ചിട്ട് ഇതേ വേറെ എന്താ ഇവിടെ അത് സുന്ദരക്കുട്ടപ്പൻ. ഞാനിപ്പോ വരെ കൂടിയാണ് ഉറക്കമൊക്കെ ഫുൾ ടൈം. ഒന്നില്ലെങ്കിൽ പപ്പര മടിയിൽ അല്ലെങ്കിൽ മമ്മയുടെ മടിയിൽ. പപ്പയ്ക്ക് കാലും കയ്യിൽ നനക്കാൻ വയ്യ. അവനങ്ങനെ നിരങ്ങി വളഞ്ഞ് കഷ്ടപ്പെട്ടൊക്കെ കിടക്കണ. എന്റെ തീയുടെ എനിക്ക് വന്നു. അപ്പൊ ഞാൻ പപ്പോട് നീങ്ങിയിരിക്കും പറഞ്ഞു ഇങ്ങനെ കാട്ടി. അപ്പിന്റെ എന്റെ കണ്ണിരിക്കും ഇങ്ങനെ നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ പോയി ചാറ്റിയ ചിമ്പക്കുട്ടപ്പൻ ഇവിടെ ഒരെണ്ണം നടക്കണ ഉറക്കം വന്നിട്ട്. മഴ നല്ല മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് മഴച്ചാറിലൊക്കെ കുറഞ്ഞു. കൂരി ഇരുട്ട് എങ്ങും. എന്താണ് ബോസ് ചെയ്യുന്നത്? മാച്ചോണൈസ് ആണോ ബോസ്? മാച്ചോണൈസ് ആണോ ബോസ്? മമ്മിയുടെ വെള്ളച്ചമ്മന്തി. നമ്മുടെ ചിക്കൻ ഇവിടെ പുറത്തിരിക്കുകയാണ്. വറുത്ത് കഴിഞ്ഞ് ചിക്കൻ ഗൈസ്. മാമി പാപ്പ ആപ്പ ആപ്പല്ല ആടി ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുള്ള സാധനമാണ്. അടിച്ച് ചിക്ക തിന്നാൻ ടിക്ക
നഗരത്തിലൊരു യക്ഷി. മഴ ആയതുകൊണ്ടേ നമ്മളെ തുണികള് കട്ടമഴ അല്ലേ നിക്കണില്ലേ. ഒന്നില്ലെങ്കിൽ നല്ല മഴ ഉണ്ടാവും, അല്ലെങ്കിൽ പൊടിമഴ ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല മഴ ഉണ്ടാവും, അല്ലെങ്കിൽ പൊടിമഴ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ വിച്ചുണ്ടാക്കിയ ചപ്പാത്തി, വിച്ചുവിൻ്റെ സ്പെഷ്യൽ ചിക്കൻ ആൻഡ് മയോണൈസ്. പിന്നെ മമ്മി വെള്ളച്ചമ്മന്തി എന്നാണ് പറയുക. വെള്ളച്ചമ്മന്തി. ഈ ഹോം മെയ്ഡ് മയോണൈസ്. മമ്മി വെള്ളച്ചമ്മന്തി എന്ന് പറയും. അതിന്റെ അടിയിൽ വേറെ പ്ലേറ്റ് ഉണ്ടെന്ന് ആരിത് Cimbukam. Papa. Adi. Dadah. Dadah na papa. Icap papa dadah na. Yes.